നമസ്കാരം, ട്രൂവിൻ്റെയിലേക്ക് സ്വാഗതം. ഇന്ത്യ റഷ്യ കൂടിക്കാഴ്ച നടന്നതിൽ ഏറ്റവും അധികം അതൃപ്തി ഉള്ളത് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് തന്നെയാണ്. അതായത് ഇത്രയധികം ശക്തമായ കലുഷിതമായ സാഹചര്യത്തിൽ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ റഷ്യയുമായി ഇങ്ങനെ ഒരു ചങ്ങാത്ത ചർച്ചകളിൽ ഏർപ്പെട്ടതിൽ വലിയ അമർഷം തന്നെയാണ് അവർക്കുള്ളത്. അമേരിക്ക ഈ ചർച്ചകളിൽ നൽകിയ മുന്നറിയിപ്പിനോട് ഇതുവരെയും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ഇന്ത്യ ശക്തമായ നിലപാട് തന്നെയാണ് യുദ്ധത്തിനെതിരെ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഉറച്ച നിലപാട് സ്വീകരിക്കണമെന്നും അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തെ ലളിതമായി കാണരുത് എന്നുകൂടിയാണ് അമേരിക്കൻ അംബാസഡർ എറിക് ഗാർസെറ്റി കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയത്. സംഘർഷ സമയത്ത് തന്ത്രപ്രധാന നിഷ്പക്ഷത എന്നൊന്നില്ല, നിലപാടാണ് സ്വീകരിക്കേണ്ടത്. രണ്ടിടത്തും നിൽക്കാൻ കഴിയില്ല എന്നുകൂടിയാണ് അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നത്. യുദ്ധത്തിനെതിരെ ശക്തമായ നിലപാട് തന്നെയാണ് ആവശ്യമെന്നും ഒരേ സമയം എല്ലാവരുടെയും സുഹൃത്താകാൻ കഴിയില്ല എന്നുകൂടിയാണ് അമേരിക്കൻ അംബാസഡർ അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഇതിനോട് വ്യക്തമായ മറുപടി നൽകാൻ ഇതുവരെയും ഇന്ത്യ തയ്യാറായിട്ടില്ല. ഇതിനു മുൻപ് തന്നെ ഈ യുദ്ധം ആരംഭിച്ച അന്ന് മുതൽ ഇന്ന് വരെ കൃത്യമായ മറുപടി ഇന്ത്യ പല അവസരങ്ങളിൽ പാശ്ചാത്യ ശക്തികൾക്ക് നൽകിയിട്ടുണ്ട്. നാറ്റോ ഉച്ചകോടി തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് റഷ്യയിലെത്തി പുടിനെ ആലിംഗനം ചെയ്ത് സൗഹൃദം പ്രകടിപ്പിച്ചാണ് മോദി ഇന്ത്യ റഷ്യ നയതന്ത്ര ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് ലോകത്തിന് മുന്നിൽ പറഞ്ഞു കൊടുത്തത്. ഈ നീക്കത്തിൽ കടുത്ത നീരസം തന്നെയാണ് അമേരിക്കയ്ക്കുള്ളത്. അതിനുള്ള വ്യക്തമായ സൂചനയും തെളിവും തന്നെയാണ് അവരുടെ അഭിപ്രായ പ്രകടനത്തിന് പിന്നാലെ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അന്താരാഷ്ട്ര തലത്തിൽ മോദിയുടെ റഷ്യ സന്ദർശനം വലിയ ചർച്ചയായി മാറി. തൊട്ടുപിറകെ നാറ്റോ ഉച്ചകോടി ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപായി റഷ്യയിലെത്തി പുടിനെ ആലിംഗനം ചെയ്ത് മോദി അത് തെളിയിക്കുകയും ചെയ്തു. സമാധാന ശ്രമങ്ങൾക്കുള്ള വലിയ തിരിച്ചടി തന്നെയാണിതെന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയും തുറന്നടിച്ചത്.